ശ്രീ എൻ എം പിയേഴ്സൺ, എന്തെങ്കിലും ലോജിക്ക് പാർട്ടി സെക്രട്ടറിയുടെ ഈ AI സിദ്ധാന്തത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? ശ്രീ എൻ എം പിയേഴ്സൺ, കേൾക്കാമോ? പാർട്ടി സെക്രട്ടറിയുടെ ഈ AI സിദ്ധാന്തമുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ലോജിക്ക് താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഇന്ന് വൈകുന്നേരം എറണാകുളത്തെ പല സഹാക്കളും സംസാരിച്ചത് MP ഗോവിന്ദൻ മാസ്റ്റർക്ക് പ്രസംഗിക്കുന്നതിന് മുമ്പ് പാർട്ടി കൃത്യമായിട്ട് എന്ത് പ്രസംഗിക്കണം എന്ന് എഴുതി കൊടുക്കണം എന്നാണ് സഹാക്കൾ പറഞ്ഞത്. അല്ല, അദ്ദേഹം പാർട്ടിയുടെ താത്വിക ആചാര്യനല്ലേ ശ്രീ എൻ എം പിയേഴ്സൺ? താത്വിക ആചാര്യന് മറ്റു സഹാക്കളാണോ ക്ലാസ് എടുക്കേണ്ടത്? അല്ല, പാർട്ടി സഹാക്കളുടെ അഭിപ്രായം പറയാണ്ടിരിക്കല്ലേ, നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവർ പറയണ്ടേ? അങ്ങനെ ആണ് പൊതുവെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാർട്ടിയെ പരിഹാസ്യമാക്കുന്ന തരത്തിലുള്ള ചില തിയറികൾ, അപ്പം തിയറി, അതേപോലത്തെയാണ് AI തിയറി. ഈ തിയറികളെല്ലാരും മൗലിക സ്വഭാവമുള്ളതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. മറ്റാളുകൾ പറയാത്ത കാര്യം അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമ്മള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയെ സമീപിക്കുന്ന സമയത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2013 ഫ്യൂച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നതിനെ കുറിച്ച് വളരെ വലിയൊരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ അവർക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞ കാര്യം ഇതാണ്: 2030 ആവുമ്പോൾ, ഇന്നിപ്പോ 2025 5 കൊല്ലം കഴിയുമ്പോൾ ലോകത്ത് നിന്ന് നിലവിലുള്ള ജോലിയുടെ 46% ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോ ലോകത്ത് നിലവിലുള്ള തൊഴിലിന്റെ 46% ഇല്ലാതെ വന്നാൽ ലോകം ഒരു തൊഴിൽ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ വ്യവസായ വിപ്ലവം ഉണ്ടായ സമയത്താണ് ആദ്യമായിട്ട് ലുഡിസം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രതിഭാസം ഇംഗ്ലണ്ടിലുണ്ടായത്. ലുഡിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അന്ന് സ്ഥാപിക്കപ്പെട്ട വ്യവസായ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ട വ്യവസായ ഉപകരണങ്ങൾ തല്ലിപ്പൊളിക്കുക എന്നുള്ളതായിരുന്നു. തൊഴിലാളികൾ അവരുടെ പണി നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതുപോലെയുള്ള അതിജീവനത്തിനും അഡാപ്റ്റേഷനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ മെഷീനുകളൊക്കെ തല്ലിപ്പൊളിക്കേണ്ടത്. അങ്ങനെ തല്ലിപ്പൊളിക്കുന്നതിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഉയർന്നു വന്നു. അവര് മാർക്സിസ്റ്റുകാരൊന്നും ആയിരുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരൊന്നും ആയിരുന്നില്ല. അത് ലുഡ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ഒരു യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ജീവിക്കാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നു ശരി. കാരണം അവർക്ക് അറിയില്ല എന്താണ് ഈ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളെന്ന്, അതെങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തെ ഇല്ലാതായിക്കൊണ്ടിരുന്നതെന്നും അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവര് അങ്ങനെ കൂട്ടമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവര് തിരിച്ചറിയുകയും അതിനോട് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ലോകം മുന്നോട്ട് പോകുന്നത്. നിരന്തരമായിട്ട് ഇപ്പൊ നമ്മള് വ്യവസായ വിപ്ലവത്തിന്റെ 4ാം വ്യവസായ വിപ്ലവത്തിൽ നിൽക്കുന്ന ആളുകളാണ്. 1ാം വ്യവസായ വിപ്ലവത്തിൽ നിന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡ്രോണുകളുടെയും ലോകത്ത് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എത്തപ്പെടുന്ന സമയത്ത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള, തൊഴിൽ രംഗത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പഠനം നടക്കുകയും ആ പഠനത്തിൽ ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരുന്നത്. നമ്മളുടെ റോഡുകളിൽ 2030 ചിലപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ സംഭവിക്കണമെന്നില്ല, പക്ഷെ ലോകത്തിന്റെ പല റോഡുകളിലും കാറുകൾ ഓടുന്നത് ഡ്രൈവർ ഇല്ലാതെ ആയിരിക്കും. എത്രയോ ലക്ഷക്കണക്കിന് ഡ്രൈവർമാരാണ് ഇന്ന് ഭൂമുഖത്തുള്ളത്. അവർക്കൊന്നും തൊഴിലില്ലാതെയാവും. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വരെ തൊഴിലുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അത് അതിനൊരു വികസിത ഘട്ടത്തിൽ എത്തുന്ന സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുതിയ മേഖലയിലേക്ക് കടന്നു പോകാനായിട്ട് ബാധ്യസ്ഥരായി തീരും. അതെങ്ങനെയാണ് പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. മാർക്സിസത്തിനെ അതിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനെ അഭിസംബോധന ചെയ്യുന്നതിൽ വ്യക്തമായിട്ടുള്ള മൗലികമായ പുതിയ കാഴ്ചപ്പാടുകൾ ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലും ഇന്ത്യയിലും CPM നേതൃത്വത്തിലുള്ളതായിട്ടുള്ള തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സംഘടന ഇല്ലാത്ത പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. CITU എന്ന് പറയുന്നത് വളരെ ദുർബലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. CITU നേതാക്കന്മാരെ പോലും നമുക്ക് തപ്പിയാൽ കിട്ടാത്ത വണ്ണം ഇപ്പൊ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുറെ കഴിയുമ്പോൾ അതിന്റെ സ്ഥിതി അതിനേക്കാൾ അപകടകരമായി. ഇപ്പൊ പുതിയ സാമൂഹ്യ വ്യവസ്ഥയിൽ അതിന്റെ മാറ്റങ്ങളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ്, അവന്റെ അഡാപ്റ്റേഷന്റെ പ്രശ്നമാണ്. പക്ഷെ അതിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. ആ പ്രതിസന്ധികളെ കാണുകയും ആ പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജോലിയാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, രാഷ്ട്രീയ പാർട്ടിയുടെ.
അത് CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാഭാവികമായിട്ടും അതിൽ ശരിയാണ്. പക്ഷെ അത് ഇടപെടേണ്ടതായി. എനിക്ക് ഇനിയും മനസ്സിലാകാത്തത് ഈ MV ഗോവിന്ദൻ സോഷ്യലിസം ഇതുവഴി വരും എന്നുള്ളത്, അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ഈ തിയറിയിൽ അത് പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് കടന്നു വന്നിട്ടുണ്ടോ? താങ്കൾ അത് കേട്ടതാണല്ലോ. അല്ല, അതിന്റെ ലോജിക്ക് എന്നോടാണ് ചോദിച്ചത്. അതെ അതെ, അതിന്റെ ലോജിക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ലോജിക്കലല്ല ഗോവിന്ദ മാസ്റ്റർ. ഇപ്പൊ EMS കേരളത്തിൽ CPM-ന്റെ ലോജിക് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. അദ്ദേഹം എന്ത് സംസാരിച്ചാലും അതിന്റെ ലോജിക് ഉണ്ടായിരിക്കും, ഒരു യുക്തി ഉണ്ടായിരിക്കും. ആ യുക്തി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ കേന്ദ്രീകൃതമാണ്. ഇത് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് ഗോവിന്ദ മാസ്റ്റർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് സംവദിക്കുന്ന സമയത്ത് അപ്പൊ പാർട്ടിയുടെ സഹാക്കൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരാരും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവര് കരുതുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞിട്ടൊക്കെ പൊയ്ക്കൊള്ളട്ടെ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സാധിക്കുമോ ശ്രീ NM പിയേഴ്സൺ? അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? അതെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങലാണ് എല്ലാ മനുഷ്യരുടെയും ജോലി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ജോലി എന്ന് പറയുന്നത് പാർട്ടിയുടെ സൈദ്ധാന്തികമായിട്ടുള്ള ലൈൻ അവതരിപ്പിക്കലും അത് കൃത്യമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയലുമാണ്. ഇത് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള സൈദ്ധാന്തിക നിലപാട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യണം. അത് ശരിയല്ല എന്ന് പറയാൻ അയാളുണ്ടാവണം. അതിൻ്റെ അകത്ത് ആരുമില്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അപകടകരമായിട്ടുള്ള കാര്യം. എല്ലാം പറയുന്ന സമയത്ത് അതൊക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നുള്ളതിന്റെ പേരിൽ ശരിവെക്കലാണ് അയാളുടെ ജോലി. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണത്. ഈ വിഷയം എന്ന് പറയുന്നത് ഇന്ന് വരെ ആർക്കും അതെങ്ങനെയായിരിക്കും വരാൻ പോകുന്നതായിട്ടുള്ള കാലത്ത് മനുഷ്യനെ അഭിസംബോധന ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അധ്യാപകർ നേരത്തെ ശ്രീധർ പണിക്കർ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ വിദ്യാഭ്യാസ മേഖലയിൽ റീപ്ലേസ്മെന്റ് നടക്കാൻ പോകുന്നത് അധ്യാപകൻ വേണ്ട. അതിന് പകരം നമുക്ക് അധ്യാപനം മതി, റോബോട്ട് മതി. വീടുകളിൽ ജോലി ചെയ്യുന്നതിന് റോബോട്ടുകൾ മതി. ശരിയാണ്, അനന്ത സാധ്യതകളാണ്. അതിപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എങ്ങനെ സോഷ്യലിസം കൊണ്ടുവരുമെന്ന്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരിക. ശ്രീ ഡോക്ടർ B.